കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ട് പോലും പലപ്പോഴും വരുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ 2023 ജൂൺ മാസം പകുതിയോടുകൂടി എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്ന ജുവാൻ, ഇവന് 8 മാസം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവന് റിക്കറൻ്റായിട്ട് ന്യൂമോണിയ വന്നിട്ട് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ICH ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പരിചയമുള്ള ഡോക്ടറായിട്ട് പോലും ഇവൻ്റെ രോഗത്തിൻ്റെ ഒരു കൃത്യതയെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ടെസ്റ്റ് ചെയ്ത് റിസൾട്ടുകളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് 3 ദിവസത്തോളമായി ഇവന് കടുത്ത പനിയും ചുമയും ഒക്കെ ആയിട്ട് കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കോട്ടയം കുട്ടികളുടെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അപ്പം മറ്റൊരു നിവൃത്തിയുമില്ല, മറ്റൊരു ആശ്രയമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടുള്ള യാത്രയിലുടനേരം അനിയത്തെ വിളിച്ച് ചോദിക്കുമായിരുന്നു അവന് എങ്ങനെയുണ്ടെന്ന്. എന്നാൽ ഇവിടെ വന്ന് കയറുന്നോടം വരെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഇവനിൽ ഇല്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഈ ആലയത്തിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പായി ഒന്നും കൂടി വിളിച്ചു, എന്തെങ്കിലും കുറവുണ്ടോ എന്നറിയാനായിട്ട്. അവൾ പറഞ്ഞു ഒരു മാറ്റവുമില്ല, കണ്ണു തുറക്കുന്നില്ല, കിടന്ന കിടപ്പിൽ കിടക്കുകയാണെന്ന്. എന്നാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നേരത്തെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അതിനുശേഷം ഉടമ്പടിയൊക്കെ എടുത്ത് ഫോൺ ഓണാക്കുമ്പോൾ ആദ്യമായി വാട്സപ്പിൽ വീഡിയോ വന്നിരിക്കുന്നു. ഇവൻ 3 ദിവസത്തിന് ശേഷം ആദ്യമായി കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട്. എന്നാൽ പിന്നീടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവനുണ്ടായിരുന്നു. ദൈവം തന്നെ നല്ലൊരു ഡോക്ടറെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഡോക്ടറിൻ്റെ ചികിത്സയിലായിരിക്കുകയും ഇവന് ഇമ്മ്യൂണിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ പെട്ടെന്ന് മാറുകയും മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഇവൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഈ കാലയളവിൽ തന്നെ എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു. 2 വർഷത്തോളമായി ടെസ്റ്റുകളൊക്കെ ചെയ്ത് IVF മാത്രമാണ് ഒരു ഏക പോംവഴിയെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിരുന്നൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ എൻ്റെ വിശ്വാസപ്രകാരം IVF ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യമുണ്ടായിരുന്നതിനാൽ ഞാൻ ആ തീരുമാനത്തെ ദൈവത്തിന് സമർപ്പിച്ചു. ഉടൻ തന്നെ ആ തീരുമാനം ദൈവം ഏറ്റെടുക്കുകയും ഈ മെയ് മാസം 15-ാം തീയതി ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഗബ്രിയേൽ എന്നൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പിന്നീട് ഈ ഉടമ്പടി കാലയളവിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു വെള്ളിയാഴ്ച കലശലായ വേദന ഉണ്ടാകുകയും വയറ്റിലും നടുവിലുമൊക്കെ വേദന ഉണ്ടാകുകയും ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ച് അവിടെ നിന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ അമ്മയുടെ കിഡ്നിയിൽ 4 സ്റ്റോണുകളുണ്ടെന്നും അത് 16 mm, 17 mm, 14 mm, 4 mm അങ്ങനെ വലിയ സ്റ്റോണുകളാണ്. അപ്പം സർജറി മാത്രമാണ് ഏക പോംവഴിയെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഹോസ്പിറ്റൽ, എൻ്റെ വൈഫ് നേഴ്സാണ്, അവളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കാൻ ആളൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ യൂറോളജിയുടെ ഡോക്ടർ ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലോട്ട് ഞങ്ങൾ പോവുകയും ഒരു ദിവസം വേദനയൊക്കെ കടിച്ചു പിടിച്ച് 2 ദിവസത്തോളം ഇരുന്ന് ചൊവ്വാഴ്ച യൂറോളജി OP ചെന്നപ്പോൾ അവിടുത്തെ സ്കാനിങ് റിപ്പോർട്ട് കണ്ട ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ വേണ്ടി വരും, നിങ്ങൾ വ്യാഴാഴ്ച വന്ന് അഡ്മിറ്റ് ആകണം, അതിന് മുമ്പായിട്ട് ഒന്നും കൂടി CT സ്കാൻ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, CT സ്കാനിൽ ഈ 4 സ്റ്റോണുകൾ 2 ദിവസം കൊണ്ട് അപ്രത്യക്ഷമായി. അമ്മയ്ക്ക് കിഡ്നിയിൽ ആ സ്റ്റോൺ കിടന്ന ഭാഗത്ത് പഴുപ്പുണ്ടായിരുന്നു എന്നല്ലാതെ മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവം ഇടപെട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥ അർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു.